നിഫ്റ്റി 50 22,000 എന്ന നിർണായക ലെവൽ ഈ ആഴ്ചയുടെ ആരംഭത്തിൽ മറികടന്നപ്പോൾ ഐ.ടി സൂചിക നൽകിയ പിന്തുണയോടൊപ്പം റിലയൻസ് നൽകിയ കോൺട്രിബ്യൂഷനും എടുത്തു പറയേണ്ടതായിരുന്നു. റിലയൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസമായി നല്ലൊരു മുന്നേറ്റം ഓഹരിയിൽ നമുക്ക് പ്രകടമാണ്. കഴിഞ്ഞ ദിവസം HDFC ബാങ്കിന്റെ റിസൾട്ട് നിഫ്റ്റി ബാങ്കിലും ഒപ്പം തന്നെ വിപണിയിലും ഉണ്ടാക്കിയ ചലനം നമ്മൾ കണ്ടതായിരുന്നു. അതിനാൽ തീർച്ചയായും നിഫ്റ്റി 50യിൽ 12% വെയിറ്റേജ് ഉള്ള റിലയൻസിന്റെ റിസൾട്ടും വിപണിയിൽ ഒരു ചലനം സൃഷ്ടിച്ചേക്കാം എന്നതിൽ സംശയമൊന്നുമില്ല. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ടെലികോം റീറ്റെയിൽ സെഗ്മെന്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഡിസംബർ പാദത്തിൽ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഓയിൽ ടു കെമിക്കൽ സെഗ്മെന്റിൽ അതേസമയം സമ്മർദ്ദം നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ ഓയിൽ ടു കെമിക്കൽ സെഗ്മെന്റിൽ പ്രതിസന്ധികൾ നേരിട്ടാലും റിലയൻസ് റീറ്റെയിൽ സെഗ്മെന്റിൽ ശക്തമായിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്തിയേക്കാമെന്നാണ് പൊതുവെയുള്ളൊരു അനുമാനം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 4% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഉയർന്ന 18,080 കോടി രൂപയായേക്കാം എന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ കണക്കാക്കുന്നത്. കൺസോളിഡേറ്റഡ് വരുമാനം സീക്വൻഷ്യൽ ബേസിസിൽ 8.5% ഉയർന്ന 2.54 ലക്ഷം കോടി രൂപയാകും. റീറ്റെയിൽ, ടെലികമ്മ്യൂണിക്കേഷൻസ് ഒപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റുകളിൽ ഈ പാദം മികച്ചൊരു സെയിൽസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വരുമാനത്തിലും പ്രതിഫലിക്കും. എന്നാൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പാദാടിസ്ഥാനത്തിൽ 1.3% നേരിയ കുറവ് രേഖപ്പെടുത്തിയേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എബിഡ ഇത്തവണ 40,413 കോടി രൂപയാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ 176 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 15.9% ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രോസ് റിഫൈനിംഗ് മാർജിനിൽ ഉണ്ടാകുന്ന കുറവ് മാർജിനിൽ പ്രതിഫലിക്കും എന്നാണ് കണക്കാക്കുന്നത്. കൺസോളിഡേറ്റഡ് എബിഡ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 2% കുറഞ്ഞേക്കും എന്നും കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇക്വിറ്റീസിലെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 13% വർധനവ് ഉണ്ടാകാം എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പെട്രോ കെമിക്കൽ റിഫൈനിംഗ് മേഖല നിലവിൽ ദുർബലമായി തുടരുന്നതിനാൽ കമ്പനിയുടെ സ്റ്റാൻഡലോൺ എബിഡ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ 9% കുറയുമെന്നും അനലിസ്റ്റുകൾ കണക്കാക്കുന്നുണ്ട്. റിഫൈനിംഗ് മാർജിൻ സ്വാഭാവികമായും ദുർബലമാകുന്നത് ഓയിൽ ടു കെമിക്കൽ സെഗ്മെന്റിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും സ്വാധീനം ചെലുത്തും. ഈ വിഭാഗത്തിലെ എബിഡ പാദാടിസ്ഥാനത്തിൽ 43% ഇടിഞ്ഞേക്കാം എന്നാണ് ഇപ്പോൾ നുവാമ സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ഇയർ ഓൺ ഇയർ 14% കുറവാണ് രേഖപ്പെടുത്താൻ സാധ്യത. പെട്രോ കെമിക്കൽ മാർജിനും കുറയാൻ സാധ്യതയുണ്ട്. ഈഥേൻ വിലയിൽ ഈ കാലയളവിൽ ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഡിമാൻഡിൽ ഉണ്ടായിട്ടുള്ള കുറവ് മാർജിനിൽ ബാധിക്കും എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. JP മോർഗനിലെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് റിലയൻസിന്റെ ഗ്രോസ് റിഫൈനിംഗ് മാർജിൻ ബാരലിന് $7.9 കുറയും എന്നാണ്. രണ്ടാം പാദത്തിൽ ബാരലിന് $9.9 ആയിട്ടായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പെട്രോ കെമിക്കൽ മാർജിൻ രണ്ടാം പാദത്തിൽ ഉണ്ടായിരുന്ന $191 പെർ ടണ്ണിൽ നിന്നും $193 പെർ ടണ്ണായിട്ട് നേരിയ ഒരു വർധനവ് രേഖപ്പെടുത്തിയേക്കാമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലും ഒപ്പം തന്നെ റിഫൈനിംഗ് മാർജിനിലും തുടരുന്ന അനിശ്ചിതാവസ്ഥ തന്നെയാണ് OTC അഥവാ ഓയിൽ ടു കെമിക്കൽ വിഭാഗത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിലവിലുള്ള റിഫൈനിംഗ് പെട്രോ കെമിക്കൽ പദ്ധതികളിൽ കാലതാമസം നേരിട്ടാൽ അതും കമ്പനിയുടെ വോളിയത്തിലും വരുമാനത്തിലും പ്രതിഫലിക്കും. എന്നാൽ ഇന്ന് റിലയൻസിന്റെ 50% എബിഡയും റിലയൻസ് റീറ്റെയിൽ ആൻഡ് ജിയോ സെഗ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിനാൽ ഇമ്പാക്ടിന്റെ തോത് കുറയുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. 2017 സാമ്പത്തിക വർഷം മുതൽക്ക് റിലയൻസ് റീറ്റെയിൽസ് ഒപ്പം തന്നെ റിലയൻസ് ജിയോ വിഭാഗങ്ങളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. 2021 സാമ്പത്തിക വർഷം ആയപ്പോഴേക്കും ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ മൊത്തം കൺസോളിഡേറ്റഡ് എബിഡയുടെ പകുതിയായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായിട്ടൊരു നേട്ടമാണ്. അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ എബിഡ ഗ്രോത്തിന്റെ 95% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ മേഖലയിൽ നിന്നും സാധിക്കും എന്നാണ് JP മോർഗൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പുതിയ റീറ്റെയിൽ സ്റ്റോറുകളുടെ അഡിഷനും ലോജിസ്റ്റിക്സ് മേഖലയിലെ എക്സ്പാൻഷനും വേണ്ടി $11.7 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയത്. അതിനാൽ തന്നെ ഇതിന്റെ പ്രതിഫലനം തീർച്ചയായും വരുമാനത്തിലും മാർജിനിലും കാണേണ്ടതുണ്ട് എന്നാണ് മോർഗൻ സ്റ്റാൻലിയിലെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല വരുന്ന റിസൾട്ട് സ്പെൻഡിംഗ് ട്രെൻഡിനെ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ റിലയൻസിന് സാധിച്ചു എന്നത് വ്യക്തമാക്കും. അതിനാൽ റിലയൻസ് റീറ്റെയിൽ വിഭാഗത്തിലെ
ക്വാർട്ടറിലെ വരുമാനത്തിൽ 25% വർധനവാണ് മോർഗൻ സ്റ്റാൻലി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എബിറ്റ 10% വർദ്ധിക്കുമെന്നും കണക്കാക്കുന്നുണ്ട്. മോഡേൺ റീറ്റെയിലിനോടൊപ്പം തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ഉപഭോക്താക്കളുടെ ദ്രുതഗതിയിലുള്ള ഒരു മാറ്റം റീറ്റെയിൽ സെഗ്മെന്റിലെ വിൽപ്പനയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത ആണ് UBS ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ടെലികോം മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കോമ്പറ്റീഷൻ വിപണി വിഹിതത്തെയും ഒപ്പം തന്നെ ആവറേജ് റവന്യൂ പെർ യൂസറിന്റെ ആ ഒരു കണക്കുകളെയും ബാധിച്ചേക്കാം എന്ന് UBS ഓർമ്മിപ്പിക്കുന്നു. റിസ്ക് ഫാക്ടർ പോലെയാണ് UBS ഈ രണ്ട് പോയിന്റേഴ്സും ചൂണ്ടിക്കാണിക്കുന്നത്. കമ്പനിയുടെ ടെലികോം സെഗ്മെന്റിലേക്ക് വരുമ്പോൾ റിലയൻസ് ജിയോ സ്ട്രോങ് നമ്പേഴ്സ് റിലീസ് ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ഡിസംബർ പാദത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ അഡീഷൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ആവറേജ് റവന്യൂ പെർ യൂസർ നല്ല തോതിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. റിലയൻസ് ജിയോയുടെ എബിഡ പാദാടിസ്ഥാനത്തിൽ 4%, വാർഷികാടിസ്ഥാനത്തിൽ 14% വർധനവ് രേഖപ്പെടുത്തുമെന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് അഭിപ്രായപ്പെടുന്നത്. 12 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ അഡിഷൻ ഈ കാലയളവിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആവറേജ് റവന്യൂ പെർ യൂസർ 183 രൂപയായിട്ട് മാർജിനൽ ഒരു ഗ്രോത്ത് ഉയർന്നേക്കാമെന്നും കണക്കാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഒരു അണ്ടർ പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ 6% ഉയർന്ന റിലയൻസിനെ സംബന്ധിച്ച് മൊത്തത്തിൽ ഒരു O2C അതായത് ഓയിൽ ടു കെമിക്കൽ സെഗ്മെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്പേഴ്സ് പ്രതീക്ഷിക്കുമ്പോൾ ഒരു എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വേണം നമുക്ക് കരുതിയിരിക്കാൻ. റീറ്റെയിൽ ഗ്രോത്ത് തുടരുകയും ഒപ്പം തന്നെ ജിയോയുടെ 5G ഇൻവെസ്റ്റ്മെന്റിൽ മോണറ്റൈസേഷൻ ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 2025 സാമ്പത്തിക വർഷത്തിന്റെ മുന്നോട്ടുള്ള പാദങ്ങളിൽ നമ്പേഴ്സ് കൂടുതൽ ബെറ്ററായി റിലീസ് ചെയ്യാനായേക്കാം എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. മൂന്നാം പാദ ഫലത്തോടൊപ്പം പുതിയ എനർജി ബിസിനസ്സുകളുടെയും റീറ്റെയിൽ സ്റ്റോറുകളുടെയും എക്സ്പാൻഷന് വേണ്ടി ഓൾമോസ്റ്റ് ഒരു 75,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പാദത്തിൽ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ വരുമാനത്തിൽ കുറവുണ്ടായിരുന്നെങ്കിലും അറ്റാദായത്തിൽ 29% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിനും വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. എബിഡ 30.2% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഓഹരിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 2792.9 എന്നൊരു പുതിയ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടി സാധിച്ചിരുന്നു. ഏതായാലും ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റിലയൻസ് ഇപ്പം 2738 എന്ന് പറഞ്ഞ ലെവലിൽ വ്യാപാരം നടത്തുന്നത്. ഇന്നൊരു 15 രൂപയുടെ വ്യത്യാസം നമുക്ക് ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത് 2224 എന്ന് പറയുന്ന ലെവലിൽ നിന്നാണ് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. അതിനുശേഷം നമുക്കൊരു സൈഡ് വൈസ് ആയിട്ട് കുറേ നാൾ നമുക്ക് ഇതിൻ്റെ ഓഹരികൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഡിസംബർ 2023 ഡിസംബർ 28 തീയതികളിൽ നമുക്കൊരു സൈഡ് വൈസ് രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ 2633 എന്ന ലെവലിൽ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ജനുവരി 10 തീയതിയാണ് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു അന്നത്തെ ദിവസം ഒരു 69 രൂപയുടെ നേട്ടത്തോടു കൂടി അതായത് 2.70% ഒരു നേട്ടം ജനുവരി 10 തീയതി കൈവരിച്ച് ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വന്ന് ടച്ച് ചെയ്തേക്കാണ് ഒരു ഹൈ നോക്കുകയാണെങ്കിൽ 2793 എന്ന് പറയുന്ന ലെവലിലാണ് അതിനുശേഷം വന്ന് ഒരു ഹൈ മേഡ് ചെയ്തേക്കണേ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് വന്നു. ജനുവരി 16 തീയതി കഴിഞ്ഞ ദിവസങ്ങളാണ് ഒരു 1.40% ഇടിവ് നമുക്ക് ലെവലിൽ ആ ഒരു ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് കാണാൻ ചാൻസ് ഉള്ളൊരു ഏരിയ 2577 എന്ന് പറയുന്ന ലെവലാണ്. അതുപോലെ തന്നെ നമുക്കൊരു അതുപോലെ തന്നെ വാച്ച് ചെയ്യേണ്ട അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 2633 എന്ന് പറഞ്ഞ ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 2676 നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2739.25 എന്നൊരു ലെവലാണ്. ഓൾറെഡി ഇപ്പം ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പം നിലവിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷം അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് പിന്നെയും സംഭവിക്കുകയാണെങ്കിൽ 2761 എന്ന് പറഞ്ഞ ലെവൽ വാച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാച്ച് ചെയ്ത് 2793 അതുപോലെ 2857 എന്ന് പറഞ്ഞ ലെവലിൽ നമുക്ക് റിലയൻസിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ റിലയൻസ് ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ
2739 എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വെക്കാവുന്ന ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം വെക്കാവുന്ന ടാർഗറ്റ് നോക്കുവാണെങ്കിൽ 2725 എന്ന് പറഞ്ഞ ലെവൽ വാച്ച് ചെയ്യാതാണ്. അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റിയ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 2712 അതുപോലെ തന്നെ ഇന്നത്തെ ഡേ ലോ നമുക്ക് അടുത്തൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് 2703 എന്ന് പറഞ്ഞ ലെവൽ എടുക്കാവുന്നതാണ്. അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വാച്ച് ചെയ്യുന്ന റെസിസ്റ്റൻസ് ലെവൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 2750 എന്ന് പറഞ്ഞ ലെവൽ വാച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്നത് 2761 എന്ന് പറയുന്ന ലെവൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിലൊരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 2.68% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 3 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 18.70% ഒരു നേട്ടം കൈവരിക്കാൻ റിലയൻസിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വൺ ഇയർ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ 21.58% നേട്ടം നേടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ബൈ സിഗ്നലാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അതുപോലെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് കൂടെ നോക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായ വാച്ച് ചെയ്യേണ്ട ലെവൽസ് പറയുന്നത് 2860 എന്ന് പറഞ്ഞ ലെവലും അതുപോലെ തന്നെ 3369 എന്ന് പറഞ്ഞ ലെവലും പറയുന്നുണ്ട്. അതുപോലെ ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ 2200 എന്ന് പറയുന്ന ലെവലും വാച്ച് ചെയ്യേണ്ടതാണ്.